വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ ബൊക്കറ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഫുൾ ഷീറ്റ് ഒരു പേപ്പറാണ്. ആ പേപ്പർ നീളത്തിൽ രണ്ടായി മടക്കിയെടുക്കാം. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഓരോ ലൈൻ വരച്ചു കൊടുക്കാം. ആ ലൈൻ ഇതേപോലെ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ അറ്റത്തേക്ക് കട്ട് ചെയ്യരുത്. ഒരു 2 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം മടക്കിയ പേപ്പർ തുറന്ന് ഏതെങ്കിലും ഒരു അറ്റത്ത് ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് ഇല്ലാത്തവർ സാധാ ഗം ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 വശവും ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒട്ടിക്കുമ്പോൾ അറ്റത്തേക്കായിട്ട് ചെയ്യരുത്. നമ്മൾ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ലൈനിൻ്റെ മുകളിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് സാവധാനം ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി നമ്മൾ ഇത് ഏതെങ്കിലും ഫ്ലവർ വേസ് ഉണ്ടെങ്കിൽ അതിലേക്ക് വെക്കാം. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതേപോലെ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്തെടുത്തത് ഇതേപോലെ ഇതിലേക്ക് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെക്കാനുള്ള ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 സെൻറ്റിമീറ്ററിലുള്ളൊരു സ്ക്വയറാണ് എടുത്തത്. അത് ഈക്വൽ ഹാഫായിട്ട് ഇതേപോലെ മടക്കുക. എന്നിട്ട് ഒരിക്കൽ കൂടി ഇതേപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം മാത്രം ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ഇങ്ങനെ നിവർത്തി നോക്കാം. ഇപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പൂവിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നതിനായിട്ട് ഞാനൊരു സർക്കിൾ ഷേപ്പിൽ പേപ്പർ വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ പൂവ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളിലായിട്ട് ഇത് അതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. നമ്മൾ 28 ലൈൻസ് ആയിരുന്നു ഫസ്റ്റ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 28 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പല കളറിലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ ബക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.